PSC പഞ്ചിന്റെ LGS PYQ സീരീസ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിലെ ആദ്യ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ സർവകലാശാല. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ECG സുദർശൻ. വനിതാ സംവരണ ബിൽ, നാരി ശക്തി വന്ദൻ അധിനിയം രാഷ്ട്രപതി അംഗീകാരം നൽകിയത്? വനിതാ സംവരണ ബിൽ, നാരി ശക്തി വന്ദൻ അധിനിയം രാഷ്ട്രപതി അംഗീകാരം നൽകിയത്? 2023 സെപ്റ്റംബർ 28. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏത്? DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏത്? തൈമിൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായ്. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കൽപ്പിക രേഖകളാണ് രേഖാംശരേഖകൾ. കേരളത്തിലെ ആദ്യത്തെ ഇ-പേയ്മെന്റ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ-പേയ്മെന്റ് ജില്ല മലപ്പുറം. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ജാതി സമ്പ്രദായം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആര്? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആര്? അമൃത ഷെർഗിൽ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത കാലിക്കൊക്ക എന്നതിനെതിരെയുള്ള വാക്സിനാണ്? ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത കാലിക്കൊക്ക എന്തിനെതിരെയുള്ള വാക്സിനാണ്? കൊക്കെയ്ൻ. ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്? പൊട്ടാസ്യം നൈട്രേറ്റ്. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കു നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശുചിത്വം. ആംബുലൻസുകളുടെ മുന്നിൽ ആംബുലൻസ് എന്നതിന്റെ അക്ഷരങ്ങൾ തിരിച്ചെഴുതിയിട്ടുള്ളതിന്റെ ഗുണം ലഭിക്കുന്നത് പ്രതിബിംബത്തിന്റെ ഏത് സ്വഭാവം കൊണ്ടാണ്? ആംബുലൻസുകളുടെ മുന്നിൽ ആംബുലൻസ് എന്നതിന്റെ അക്ഷരങ്ങൾ തിരിച്ചെഴുതിയിട്ടുള്ളതിന്റെ ഗുണം ലഭിക്കുന്നത് പ്രതിബിംബത്തിന്റെ ഏത് സ്വഭാവം കൊണ്ടാണ്? പാർശ്വിക വിപര്യം. ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? എയർപോർട്ട്
അതോറിറ്റി ഓഫ് ഇന്ത്യ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയേത്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയേത്? ആർദ്രം. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം പെരുമാൾമുടി, തമിഴ്നാട്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ഖുശ്വന്ത് സിംഗ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ സെല്ലിലെ പദാർത്ഥങ്ങൾ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ സെല്ലിലെ പദാർത്ഥങ്ങൾ. സിലിക്കൺ, സെലീനിയം. 200 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളേവ? പെരിയാറും ഭാരതപ്പുഴയും. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സംഗീതോപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സംഗീതോപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ട്രംപറ്റ്സ്, നാദസ്വരം, ഗിത്താർ, വയലിൻ. ട്രംപറ്റ്സ്, നാദസ്വരം, ഗിത്താർ, വയലിൻ. ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV XLC-57. PSLV XLC-57. ട്രെയിൻ 18 എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട തീവണ്ടിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? ട്രെയിൻ 18 എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട തീവണ്ടിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് തൂണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് തൂണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച കൃതി ഏത്? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച കൃതി ഏത്? പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടത്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. താങ്ക് യു.